നമസ്കാരം. സുഭാഷിതം. ദൃഷ്ടിപൂതം ന്യസേത്പാദം വസ്ത്രപൂതം പിബേജ്ജലം ശാസ്ത്രപൂതം വദേദ്വാണീം മനഃപൂതം സമാചരേത്. ഇവിടെ പറയുന്ന ഈ സുഭാഷിതം നല്ലവണ്ണം ശ്രദ്ധിച്ച് മാത്രമേ കാൽ വയ്ക്കാവൂ. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ശ്രദ്ധിക്കാതെ കാൽ വെച്ചാൽ കാലിടറും, അപകടങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പം നല്ലവണ്ണം ശ്രദ്ധിച്ചേ കാൽ വയ്ക്കാവൂ. ജലം ശുദ്ധീകരിച്ചേ കുടിക്കാവൂ. വസ്ത്രഭൂതം, അപ്പോൾ വസ്ത്രം കൊണ്ട് അരിച്ചാണ് ജലം കുടിക്കുന്നത് എന്ന് വളരെ 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 പഴയ കാലങ്ങളിൽ. അപ്പോൾ അതാണ് പറഞ്ഞത്, ജലം ശുദ്ധീകരിച്ച് മാത്രമേ കുടിക്കാവൂ. ശാസ്ത്രമറിഞ്ഞ് സംസാരിക്കാവൂ. ചില കാര്യങ്ങളിൽ അടിസ്ഥാനമായ ശാസ്ത്ര വീക്ഷണങ്ങളുണ്ടാകും, ശാസ്ത്രീയ സത്യങ്ങളുണ്ടാകും. അപ്പം ശാസ്ത്രം അറിഞ്ഞ് നമ്മൾ മറ്റൊരു വേദിയിലോ എവിടെയെങ്കിലും സംസാരിക്കാവൂ എന്ന് പറയുന്നു. അതേപോലെ മനസ്സിന് അനുകൂലമായത് മാത്രമേ അനുഷ്ഠിക്കാവൂ, ആചരിക്കാവൂ. അപ്പോൾ ആചാരകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അതിനെ അനുഷ്ഠിക്കാൻ പാടില്ല എന്നുകൂടി ഇവിടെ വ്യക്തമാകുന്നു. നമസ്തേ.